കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന കൊച്ചു സിനിമയിലെ വലിയ വിശേഷങ്ങളിലേക്കാണ് ഇത് ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? അതായത് നല്ലൊരു സിനിമ ചെയ്യണം, നമ്മുടെ സിനിമ എല്ലാവരും കാണണം, വിജയിക്കണം, അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങിയത്. ശരിക്കും അഭിനയം ആയിരുന്നില്ല, അതൊരു ജീവിതം എന്നുള്ള രീതിയിലാണ്. ഇത് നമ്മുടെ ജീവിതം, നമ്മുടെ നാട്ടിലുള്ള നടന്നു വരുന്ന ഒരു സംഭവമാണ്. പിന്നെ അത് ഒരു കാര്യം, കല്യാണം മുടക്കറേ. ഈ സിനിമ പുറത്തിറങ്ങിയിട്ട് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ അല്ലെ ഫ്രണ്ട് സർക്കിളിൽ ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്നത്, നീ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല, നീ ജീവിക്കന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലോ ഇതങ്ങനെ വിട്ടാ പറ്റും, നമുക്കെന്താ ചെയ്യണ്ടേ? ഇക്കാര്യത്തിൽ നമ്മളൊന്നും ചെയ്യണ്ട. ചെറിയൊരു റോളാണെങ്കിലും ഇത്രയും വിജയമായപ്പോൾ എനിക്ക് എന്താ പറയണ്ട, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായി പോയി. എന്താ പേര്? ഓളെ പേര് അശ്വതി എന്നാ മോനെ. ഏതൊരു പഠിച്ചു? ഓള് ഡിഗ്രി വരെ പഠിച്ചു. മോനെ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? ഇല്ല. ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞു? ആൽമരം മുറിച്ചു മാറ്റാനാ പറഞ്ഞു. നിങ്ങളുടെ വീടിന് മുമ്പിൽ ഒരാൽമരം വേണല്ലോ. എന്നാ അതവിടെ പാടില്ല, മുറിച്ച് കളയണം. അത്രയധികം സ്നേഹിക്കുന്ന ഒരു മോളെ നമ്മൾ ഒരാളടുത്തേക്ക് അയക്കുമ്പോൾ അയാളെ ജോലി നോക്കിയിട്ടല്ല അയക്കേണ്ടത്, അയാളെ സ്വഭാവം നോക്കിയിട്ട് അയക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ്. കുറെ കാലം കഴിഞ്ഞു ഇവിടുത്തെ പെൺകുട്ടിക്കൊക്കെ ചെക്കന്മാരെ കിട്ടാണ്ടാവുമ്പോ ഈ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവും ഈ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ഒരു കാര്യമില്ല. നീ എപ്പോടെ വന്നേ? വീട്ടിൽ ചോദ്യമുണ്ട്, അതുപോലെ തന്നെ അമ്മേന്റെയും. നിങ്ങളെന്നാ പറയുന്നേ? ചെക്കന് പെണ്ണ് കാണാൻ പോട്ടെ. എടാ, നീ ബാങ്കിൽ പോയിട്ട് അച്ചാച്ചന്റെ പെൻഷൻ മേടിക്കണം. നിങ്ങൾ ഏത് ലോകത്താ മനുഷ്യ? ഒന്ന് പെണ്ണ് കാണാൻ പോണ്ടേ? അപ്പൊ എന്റെ സുഹൃത്തുക്കൾ കണ്ടതിൽ പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മോനെ വിനോദേ, ഞാൻ അവിടെ ഒരു ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ഡേറ്റ് ഇട്ടിട്ടില്ല. നീ ഡേറ്റ് ഇട്ടിട്ട് നാളെയോ മറ്റോ വായിക്കും. അത്രയും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട്, അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്? ടെൻഷൻ ഉണ്ടായിരുന്നു. ജിതിന്റെ അമ്മ ഫസ്റ്റ് ഷോട്ടിൽ എന്നെ അടിപൊളിയായല്ലോ എന്നാണ് പറഞ്ഞത്. സിറ്റി ചാനലിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന ടീമിന്റെ ഓണാശംസകൾ.